Hi friends, welcome to Sara's Herbs and Spices. ഇന്ന് നമുക്ക് ക്രിസ്മസ് ഒക്കെ പ്രമാണിച്ച് ഒരു ട്രഡീഷണൽ ഡിഷ് നമുക്ക് ഉണ്ടാക്കാം. അതായത് പിടി. സാധാരണ പിടിയും വറുത്തരച്ച കോഴിക്കറിയുമാണ് കോമ്പിനേഷൻ. പക്ഷേ ഇന്ന് ഞാൻ കാണിക്കുന്നത് പിടിയും മട്ടൻ കറിയുമാണ്. മട്ടൻ കറിയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അത് ഈക്വലി ടേസ്റ്റിയാണ്. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. പിടിക്ക് ആവശ്യമുള്ള റൈസ് ഫ്ലവർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് സാധാരണ റോസ്റ്റഡ് റൈസ് ഫ്ലവറാണ്. നമ്മൾ ഇടിയപ്പപ്പൊടി, പത്തിരിപ്പൊടി എന്നൊക്കെ പറയുന്നത്. അത് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പുട്ടുപൊടിയാണ്. പുട്ടുപൊടി ഞാൻ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങാപ്പീരയാണ്. ഇവിടെ തേങ്ങാപ്പീര ഏകദേശം ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് ഫുള്ളില്ല, ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊരു ബോളിലേക്ക് ഇട്ട് നല്ലവണ്ണം തിരുമ്മി യോജിപ്പിക്കാം. എടുത്തു വച്ചിരിക്കുന്ന മാവ് നമുക്ക് ഒരു ബോളിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തേങ്ങാപ്പീരയും ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നല്ലവണ്ണം ഞെരടി യോജിപ്പിക്കാം. നല്ലവണ്ണം ഞെരടി തേങ്ങയും ഈ അരിപ്പൊടിയും കൂടെ നല്ലവണ്ണം ഞെരടി യോജിപ്പിക്കുക. എന്നിട്ട് നമുക്കിത് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്യാനുണ്ട്. ഇപ്പോൾ അരിയും തേങ്ങയും കൂടെ നല്ലവണ്ണം തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 10 to 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓക്കെ, ഇതിവിടെ ഇരിക്കട്ടെ. ഇപ്പം അടച്ചു വെക്കാം. നമുക്ക് പിടി കുഴച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാം. ഇതൊരു 3 കപ്പ് വെള്ളമുണ്ട്. പക്ഷേ ഇത്രയും നമുക്ക് ആവശ്യമായിട്ട് വരത്തില്ല. എങ്കിലും നമുക്ക് തിളപ്പിക്കാം. പിന്നെ 1 ടീസ്പൂൺ ജീരകം ഇടുകയാണ്. ഒന്ന് പോരാ, 1.5 ഇടാം നമുക്ക്. ഒരു ടീസ്പൂൺ ഗാർലിക്, വെളുത്തുള്ളി ചതച്ചത്. ഇതിൻ്റെ കൂടെ നമുക്ക് 1 ടീസ്പൂൺ ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. നല്ലവണ്ണം വെട്ടി തിളയ്ക്കട്ടെ. ഈ സമയം നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന അരിപ്പൊടിയും തേങ്ങയും കൂടി വറുത്തെടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി ഇട്ടിട്ട് വേണം ഇത് നമുക്ക് വറുത്തെടുക്കാൻ. ഒരുപാട് തീ കൂട്ടിയിട്ടാൽ പൊടി കരിഞ്ഞു പോകും. ഈ പൊടി നമുക്ക് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ മൂപ്പ് കറക്റ്റ് ആവത്തില്ല. അതുകൊണ്ട് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ ജീരകവും വെളുത്തുള്ളിയും തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം. അത് പതുക്കെ തിളച്ച് വരുന്നേ ഉള്ളൂ. അരിപ്പൊടിയും തേങ്ങയും ഇപ്പം നല്ലവണ്ണം വറുത്തിട്ടുണ്ട്. കളറൊക്കെ മാറിയിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ക്യാമറയിൽ കാണാൻ ഒക്കുമോയെന്നറിയില്ല. എങ്കിലും ഇത് മതി. ഇതാ കണ്ടോ, ഇത്രയും മതി. നമുക്കിത് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ വറുത്ത പൊടി ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഈ ബോളിലോട്ട്. നമുക്ക് നല്ല തിളച്ച വെള്ളം, നേരത്തെ ജീരകവും വെളുത്തുള്ളിയും ഇട്ട് തിളച്ച വെള്ളം നമുക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തത്. നല്ല വെള്ളം മിക്സ് ചെയ്തൊരു സോഫ്റ്റ് ഡോ ആയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം വെള്ളം ഇത്രയും മതിയാവും. നല്ലവണ്ണം കുഴയുന്നുണ്ട്. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കൈകൊണ്ട് നല്ലവണ്ണം മയത്തിൽ കുഴച്ചെടുക്കാം. ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ഒരു മയം കിട്ടാൻ വേണ്ടി. ഇത് ചൂടാറാനായിട്ട് ഞാൻ ഇവിടെ വെക്കുകയാണ്. കൈ ഇടാൻ പാകമാകുമ്പോൾ നമുക്ക് നല്ലവണ്ണം കൈ കൊണ്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ നല്ല ചൂടാണ്. നമുക്കിനി ഇത്
നല്ലപോലെ കുഴച്ചെടുക്കാം. ഇപ്പോൾ മാനേജബിൾ ആയിട്ടുള്ള ചൂടായിട്ടുണ്ട്. ഇത് കൈ കൊണ്ട് നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുത്തിട്ട് നമുക്കിത് ഡംപ്ലിങ്സ് ആയിട്ട് അല്ലെങ്കിൽ ബോൾസ് ആയിട്ട് മാറ്റിയെടുക്കാം. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ മാവ് നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോൾസ് ആയിട്ട് ഇത് തിരിക്കാം. ഉണ്ടോ, നല്ല സോഫ്റ്റാണ്. സ്മൂത്ത് ബോൾസ് ആയിട്ട് നമുക്കിത് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് ഓരോന്നും നമുക്ക് ഒരു ട്രേയിലോട്ട് മാറ്റി വെക്കാം തൽക്കാലം. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ പിടിയെല്ലാം ഞങ്ങൾ ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു ഫാമിലി എഫേർട്ടായിട്ട് എടുത്ത് അവിടെ മൊബൈലും ഒക്കെ നോക്കി വെറുതെ ഇരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെയും നമ്മുടെ ഫാദറിനെയും എല്ലാവരെയും വിളിച്ച് ഒരു ജോയിൻ്റ് എഫേർട്ടായിട്ട് ചെയ്യാമെങ്കിൽ ഇത് പെട്ടെന്ന് തീരും. ഇത് ഞങ്ങൾക്കിത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളായിരുന്നു. 1 കപ്പിൻ്റെ മാവായിരുന്നല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ലാർജ് ക്വാണ്ടിറ്റിയിലൊക്കെ ലാർജ് ഫാമിലിക്ക് വേണ്ടി ചെയ്യുന്നവരാണ്, നിശ്ചയമായും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ കൂടെ വിളിച്ച് എല്ലാവരും കൂടെ ഒന്നിച്ച് സഹകരിച്ചാൽ ഇത് പെട്ടെന്ന് തീരും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കടക്കാം. നേരത്തെ നമ്മൾ തിളപ്പിച്ച ജീരകവും വെളുത്തുള്ളിയുടെ ബാക്കി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഉരുളിയിലോട്ട്. ഇത് രണ്ടാം തേങ്ങാപ്പാൽ ഒരു 3 കപ്പുണ്ട്. ഇത് 1 കപ്പ് വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്യുവാണ്. ഗാർലിക്ക് ക്രഷ് ചെയ്തത് 1 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പൂടെ ആവശ്യമായിട്ടുണ്ട്, അത് ഞാൻ ഇട്ട് കൊടുക്കുക. ഇതിന് വെട്ടി തിളയ്ക്കുമ്പോൾ നമുക്ക് പിടി ഇട്ട് കൊടുത്തിട്ട് അത് വേവിച്ചെടുക്കാം ഒരു 10 to 15 മിനിറ്റ്സ്. 1 നുള്ളു ജീരകത്തിൻ്റെ പൊടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഈ വെള്ളം നല്ലവണ്ണം വെട്ടി തിളച്ചിട്ടുണ്ട്. നമുക്ക് പിടിയെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഓവർ ക്രൗഡഡ് ആവില്ലേ, അതിനാണ് വലിയ പാത്രം എടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് തീയൊക്കെ കുറച്ച് വെച്ച് ഒരു 10 to 15 മിനിറ്റ്സ് ഇത് നല്ലവണ്ണം വേവിച്ചെടുക്കാം. ഇപ്പോൾ പിടി ഇട്ടിട്ടുണ്ട്, ഇനിയിപ്പോൾ തൊടരുത്, തൊട്ടാൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഇത് നല്ലവണ്ണം ഒന്ന് ഉറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ 3 പിടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇത് കുറുകുന്നതിന് വേണ്ടി നമുക്ക് പൊടിച്ച് ചേർക്കാനാണ് കേട്ടോ. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് പൊടിച്ച് ചേർക്കാം. ഇതാ നോക്കിയാൽ ഞാനിത് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുത്ത് അപ്പോൾ അത് കുറുകും, നല്ലവണ്ണം കുറുകും. ഇപ്പോൾ ഇത് ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ഇതെല്ലാം ഉറച്ചിട്ടുണ്ട് നല്ലപോലെ. ഓക്കെ, ഞാൻ ആ 3 പിടിയും കൂടെ ഇതിൻ്റെ ചാറിൽ തന്നെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്, കട്ട കെട്ടാതിരിക്കാൻ. ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് പിടിയെല്ലാം ഇപ്പം നല്ല സ്വോളൻ ആയിട്ടുണ്ട്. കണ്ടാലെല്ലാം ഇപ്പം വെന്ത പോലെയുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇനി തലപ്പാലൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് സ്വല്പം കൂടെ ഒന്ന് വറ്റിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ 1-ാം പാലൊഴിച്ച് കൊടുത്ത് കുറുക്കിയെടുക്കാം.
ഇനിയിപ്പോൾ ഞാൻ 1-ാം പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതൊരു 1.5 കപ്പുണ്ട്. ഞാൻ മുഴുവൻ 1.5 കപ്പ് എടുത്തില്ല. ഇത് തണുക്കുമ്പോൾ നല്ലപോലെ കുറുകും. ഒരുപാട് അങ്ങ് കുറുകി കട്ട പിടിക്കുന്നത് എനിക്കിഷ്ടമില്ല. അതുകൊണ്ട് ഇച്ചിരി തേങ്ങാപ്പാൽ ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇത് തണുത്ത് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, പിടി ഇപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. ഇതിപ്പോൾ ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ഞങ്ങളിവിടെ നിന്ന് മട്ടൻ കറിയാണ് എടുത്തിരിക്കുന്നത്. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇവിടെ രുചികരമായ പിടി റെഡി ആയിട്ടുണ്ട്. ഞാനിത് കോമ്പിനേഷനായിട്ട് മട്ടൻ കറിയാണ് പറഞ്ഞ പോലെ എടുത്തിരിക്കുന്നത്. സോ ഫ്രണ്ട്സ്, മെറി ക്രിസ്മസ്. ഇവിടെ ഇപ്പോൾ രുചികരമായ ട്രഡീഷണൽ സ്റ്റൈലിലുള്ള പിടി റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് സാറാസ് ഹെർബ്സ് ആൻഡ് സ്പൈസസ്. മെറി ക്രിസ്മസ് ടു എവരിവൺ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ്. സോയമേ, വളരെ നന്നായിരിക്കുന്നു പിടി. സോഫ്റ്റ് ആൻഡ് ക്രീമി. നന്നായിരിക്കും. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് അധികം കട്ടിയായി പോകാൻ അനുവദിക്കല്ലേ. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും നല്ലത്. എനിക്കിതാണ് ഇഷ്ടം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ.